നമസ്കാരം. എൻ്റെ പേര് അനിൽ. സൗത്ത് ഇന്ത്യയിലെ തന്നെ കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിംഗ് രംഗത്തെ ഒരു ലീഡിംഗ് ബ്രാൻഡായിട്ടുള്ള യൂണിനോട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ബിസിനസ് അഡ്വൈസറാണ് ഞാൻ. ഇന്ന് പ്രിൻറ്റിംഗ് മേഖലയിൽ വിവിധ സാങ്കേതിക വിദ്യകളുടെ ഉത്ഭവത്തോടുകൂടി പ്രിൻറ്റിംഗ് മേഖലയ്ക്കുണ്ടായ മാറ്റങ്ങൾ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് യൂണിനോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയിലൂടെ എന്തെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് സെല്ല് ചെയ്യുന്നത്, ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മളുടെ ബിസിനസ്സിൽ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മേഖല കണ്ടെത്താൻ സാധിക്കും, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ പരമ്പരയാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പല പാർട്ടുകളിലായിട്ട് ഈ കമ്പനിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവിധ പ്രോഡക്റ്റുകൾ, അവയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ആ മാർക്കറ്റിങ്ങിലൂടെ ഒരു ബിസിനസ് എൻ്റർപ്രണർക്ക് എന്ത് തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ കമ്പനി എങ്ങനെയാണ് ഇത് ഒരു ബിസിനസ് പ്ലാനായി അതിൻ്റെ വിവിധ ഫ്രാഞ്ചൈസികൾക്കും അതിൻ്റെ വിവിധ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടർക്കും നൽകുന്നത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ എന്ന നിലയിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കമ്പനി എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എന്തെല്ലാം മെഷീനറികളാണ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും പരിചയപ്പെടുക. 2018 മുതൽ ആരംഭിച്ച ഒരു കമ്പനിയാണ് യൂണിനോട്ട്. 2018 ഒരു ചെറിയ സംരംഭം എന്ന നിലയിൽ നൂതന പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യകളോടുകൂടി ആരംഭിച്ച് 2022 ആയപ്പോഴേക്കും ഒരു ലിമിറ്റഡ് കമ്പനിയായി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ തന്നെ പല മേഖലകളിൽ ഫ്രാഞ്ചൈസി നെറ്റ്വർക്കോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് യൂണിനോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി പ്രധാനമായിട്ടും കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിംഗ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ പ്രിൻറ്റിംഗ് രംഗം ഇന്ന് പുതിയ സാങ്കേതിക വിദ്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് പ്രിൻറ്റിംഗ് ടെക്നോളജി, UV പ്രിൻറ്റിംഗ്, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രിൻറ്റിംഗ്, ലേസർ പ്രിൻറ്റിംഗ് തുടങ്ങി നമ്മുടെ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിരുന്ന ഓഫ്സെറ്റ്, സ്ക്രീൻ പ്രിൻറ്റിംഗ്, ഇത്തരത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പ്രിൻറ്റിംഗ് ഇന്ന് ഈ കമ്പനിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രിൻറ്റിങ്ങിൻ്റെ അനുബന്ധ ഘടകമായിട്ടുള്ള ബൈൻഡിംഗ് മേഖലയിൽ പെർഫെക്റ്റ് ബൈൻഡിംഗ്, സ്റ്റിച്ച് ബൈൻഡിംഗ്, സ്പൈറൽ ബൈൻഡിംഗ്, കോംബോ ബൈൻഡിംഗ് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ബൈൻഡിംഗ് പ്രോസസ്സ്, ബുക്ക് ബൈൻഡിങ്ങിനകത്തിലായാലും കലണ്ടർ ബൈൻഡിങ്ങിലായാലും മറ്റ് ആൽബം ബൈൻഡിങ്ങിലായാലും എല്ലാ തരത്തിലുള്ള ബൈൻഡിംഗ് മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ഈ കമ്പനിയിലൂടെ ലഭ്യമാണ്. കമ്പനി പ്രധാനമായിട്ടും എയിം ചെയ്യുന്ന പ്രോഡക്ട്സ്, പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് കസ്റ്റമൈസ്ഡ് രംഗത്തുള്ള പ്രോഡക്റ്റുകളാണ്. കസ്റ്റമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണലൈസ് ചെയ്യുക, പേഴ്സണലൈസ്ഡ് പിക്ചേഴ്സ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വാൾ ഡെക്കേഴ്സ്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, അതുകൂടാതെ നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് മെറ്റീരിയൽസ്, എല്ലാ തരത്തിലുള്ള പ്രിൻറ്റിങ്ങും ഇന്ന് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നു. ഇത്തരത്തിലൊരു യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഒരു ചെറിയ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങാവുന്ന ഒരു സംരംഭമല്ല.
പക്ഷേ പലപ്പോഴും പല ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെ അരികിൽ എത്തുന്ന കസ്റ്റമേഴ്സ് ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും ഇത്തരം സാധനങ്ങൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഈ കമ്പനി ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിലുള്ള ചെറിയ എൻ്റർപ്രണേഴ്സിന് അവരുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം. ആ ഒരു എൻ്റർപ്രണറുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിട്ട് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ബിസിനസ് പ്ലാനാണ് കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും കമ്പനിയിൽ ഉപയോഗിക്കുന്ന മെഷീനറികളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള i5 ടെക്നോളജിയോട് കൂടിയ UV പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത ഏത് തരത്തിലുള്ള സർഫസിലും ഏത് തരത്തിലുള്ള പ്രിൻറ്റിങ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. സാധാരണ ട്രഡീഷണൽ പ്രിൻറ്റിങ്ങിനകത്തിൽ 4 കളർ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 കളറിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള വൈറ്റ്, അതിൻ്റെ കോട്ട് ചെയ്യുന്ന വാർണിഷ് ഉൾപ്പെടെ 6 ഹെഡോടുകൂടി പ്രവർത്തിക്കുന്ന i5 ടെക്നോളജിയിലെ UV പ്രിൻറ്റിങ്, അത് ബെൻഡ് സർഫസ് ആയാലും വളഞ്ഞ സർഫസിലായാലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർഫസിലായാലും പേപ്പറിലായാലും ഗ്ലാസ്സിലായാലും വിനൈലിലായാലും ഏത് മെറ്റീരിയൽ ലെതർ പ്രിൻറ്റിങ് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള പ്രിൻറ്റിങ്ങും പോസിബിളായിട്ടുള്ള മെഷീനറീസ്. അതുപോലെ തന്നെ ഹൈ ഡെപ്തിലുള്ള പ്രിൻ്റുകൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രിൻറ്റിങ്ങും ഈ കമ്പനിയിൽ പോസിബിളാണ്. അപ്പോൾ കസ്റ്റമൈസേഷൻ എന്നതുകൊണ്ട് എന്താണോ ഒരു കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് ആ ഫുൾ ഡെപ്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് കമ്പനിയെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി കമ്പനി പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെമൻറ്റോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിഫ്റ്റുകൾക്കുള്ള മെമൻറ്റോസ് ആകാം, അപ്രീസിയേഷൻ മെമൻറ്റോസുകളാകാം, അതുപോലെ തന്നെ അവാർഡ്സുകളാകാം, മെഡൽസുകളാകാം, സർട്ടിഫിക്കറ്റ്സുകളാകാം, എംബോസ്ഡ് സർട്ടിഫിക്കറ്റ്സുകളാകാം. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മെമൻറ്റോസുകളും ഇന്ന് കമ്പനിയിലൂടെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല മാർജിനിൽ അവർക്ക് ലഭ്യമാകുന്ന ഒരു ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സാധാരണഗതിയിൽ ചെറിയ ഒരു സംരംഭം നടത്തുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം, സംരംഭം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിൻറ്റിംഗ് മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ. ഉദാഹരണത്തിന് ഒരു ചെറിയ DTP സെൻ്റർ ആകാം, അല്ലെങ്കിൽ ഒരു കോമൺ സർവീസ് സെൻ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ 1-2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മറ്റു പ്രോഡക്ട്സുകൾ, ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ മെമൻറ്റോസുകളായാലും അതുകൂടാതെ ഗിഫ്റ്റ് ഐറ്റംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും ഇത്തരം എൻ്റർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു ഗിഫ്റ്റ് ഐറ്റത്തിൻ്റെ സെല്ലിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും ഒരു ഹോൾസെയിലറിൽ നിന്ന് ഈ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ കമ്പനി ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഓഫർ എന്നത് അവർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അതത് സമയത്ത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് ഫെസിലിറ്റി ഇന്ന് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു എൻ്റർപ്രണർക്ക്, ചെറിയ ഒരു ഇൻവെസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എക്സ്പാൻഷൻ ഉണ്ടാക്കാനുള്ള അവസരങ്ങളാണ് ഈ കമ്പനിയിലൂടെ ലഭ്യമാകുന്നത്. ഇനി ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്നത് കമ്പനിയിലൂടെ ഒരു റീറ്റെയിലറായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഹോൾസെയിലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ബൾക്ക് പ്രോഡക്റ്റുകൾ, ബ്ലാങ്ക് പ്രോഡക്റ്റുകൾ ബൾക്കായിട്ട് സെല്ല് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കമ്പനി ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരവും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രാഞ്ചൈസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്, സർവീസുകൾ
അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കമ്പനിയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് കമ്പനിയുടെ ഒരു സബ് യൂണിറ്റ് ആയിട്ട് വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ നിലവിൽ ബിസിനസ് ഉള്ളവർക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനോ ഒരു അവസരം നൽകുന്നതാണ് ഈ ബിസിനസ് പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൂടെ നമ്മൾ കമ്പനിയുടെ വിവിധ പ്രോഡക്റ്റുകൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനിയിലൂടെ സെല്ല് ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. അതിനോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിനകത്തിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്തിൽ എങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ബിസിനസ് പ്ലാൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി.